ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്നവരോട് ചോദിച്ചു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി കിദ്രോൻ തോട്ടിനക്കരയ്ക്ക് പോയി. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്നവരോട് ചോദിച്ചു. സൈനികരുടെയും ചേവരുടെയും മുമ്പാകെ യേശു കർത്താവ് നിൽക്കുകയാണ്. സർവചരാചരങ്ങളെയും വാക്കാൽ ഉളവാക്കിയ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആയവൻ്റെ മുമ്പാകെയാണ് അവർ ഒരു കുറ്റവാളിയെ പിടിക്കാൻ വന്നതുപോലെ വന്ന് നിൽക്കുന്നത്. അവനെ പിടിച്ചു കൊണ്ടുപോയി ക്രൂശിപ്പാൻ അവർ ആഗ്രഹിച്ചു. മനുഷ്യൻ്റെ പാപനിമിത്തം മനുഷ്യൻ ആത്മീയമായ അന്ധകാരത്തിലാണ്. അവൻ്റെ ദൃഷ്ടി എപ്പോഴും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ജഡമോഹങ്ങളിലേക്കുമാണ്. പാപനിമിത്തം തങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന രക്ഷിതാവിനെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. സർവമാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു. മനുഷ്യന് പകരമായി പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഇന്നും മനുഷ്യൻ്റെ പാപനിമിത്തം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ സത്യവചനങ്ങളിൽ വിശ്വസിപ്പാൻ അവന് കഴിയുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.